ഹലോ ചാമ്പ്യൻസ്, നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാംസും ഓണപരീക്ഷയും ഒക്കെ കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ഉദ്ദേശിച്ച അത്രയും നല്ലതായിരുന്നിട്ടുണ്ടായിരിക്കില്ല. മേ ബി ഇറ്റ് ഈവൻ ബ്രോക്ക് യുവർ കോൺഫിഡൻസ്. പക്ഷേ ഓർക്കുക, നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമോ ഓണപരീക്ഷയുടെ റിസൾട്ടോ ഒന്നും നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് അല്ല. ഇറ്റ്സ് ജസ്റ്റ് എ വേക്ക് അപ്പ് കോൾ ഫോർ യു. നിങ്ങളുടെ കംബാക്ക് ഇന്ന് ഈ നിമിഷം തൊട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞു. Now, I want you to comment right now. ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കയറി കമന്റ് ചെയ്യുക, ഐ വിൽ കം ബാക്ക് എന്നുള്ളത്. സേ ഇറ്റ് ലൗഡ്, ഫീൽ ഇറ്റ് ആൻഡ് ബിലീവ് ഇറ്റ്. ബിക്കോസ് ഈ ഒരു മൊമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അക്സെപ്റ്റ് ആൻഡ് പ്രിപ്പയർ. ഒരു നോട്ട്ബുക്ക് എടുക്കുക, അതിൽ 2 കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക. ഏതൊക്കെ സബ്ജക്ട്സിൽ നിങ്ങൾ നല്ലോണം പെർഫോം ചെയ്തു, ഏതൊക്കെ സബ്ജക്ട്സിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തു എന്നുള്ളത്. ബി ഓണസ്റ്റ്, കറക്റ്റ് ആയിട്ട് എഴുതാം. എന്നിട്ട് നിങ്ങളുടെ വീക്ക് പോയിന്റ്സിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നോക്കാം. അതിൽ നിന്നും ഒരിക്കലും ഒളിച്ചോടാൻ പാടില്ല. അതിനെ ഫേസ് ചെയ്യാം. ബിക്കോസ് കം ബാക്കിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആണ്. അപ്പൊ മക്കളെ, നിങ്ങളുടെ ലൈഫിൽ ഇന്ന സബ്ജക്റ്റിൽ ഞാൻ വീക്കാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മടിയും വേണ്ട. ബിക്കോസ് അത് റിയാലിറ്റിയാണ്. അതിനെ ഫേസ് ചെയ്യാം. അപ്പൊ ആ ഒരു സബ്ജക്റ്റിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളത് വേണം കണ്ടുപിടിക്കാനുള്ളത്. സോ യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. സെറ്റ് യുവർ ഗോൾ. ഇനി നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിന് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അതായത് എനിക്ക് 90% അബവ് വേണം, സ്കോർ ചെയ്യണം എന്നുള്ള ടാർഗറ്റ് മനസ്സിൽ സെറ്റ് ചെയ്യുക. ആൻഡ് സേ ഇറ്റ് ക്ലിയർലി, ഐ വോണ്ട് 90% അല്ലെങ്കിൽ ഐ വോണ്ട് 95%. എന്താണോ നിങ്ങളുടെ ടാർഗറ്റ് അത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കുക. പക്ഷേ യു ഹാവ് ടു മീൻ ഇറ്റ്. അത് ഉള്ളിൽ നിന്നും വരണം. ആ ഒരു ഫീലിംഗ് നിങ്ങളുടെ ഹാർട്ടിൽ നിന്നും വേണം വരാനുള്ളത്. ആൻഡ് റിമെമ്പർ, മാർക്സ് ഡോണ്ട് കം ബൈ വിഷിംഗ്. ആഗ്രഹിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല മാർക്സ് എന്ന് പറയുന്നത്. അത് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഒരു ബിഗ് പേപ്പറിൽ എഴുതി വയ്ക്കുക, ഐ ക്യാൻ ആൻഡ് ഐ വിൽ ഡു ഇറ്റ് എന്നുള്ളത്. ആൻഡ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പേസ്റ്റ് ചെയ്ത് വെക്കാം. എല്ലാ രാവിലെയും എഴുന്നേറ്റതിന് ശേഷം എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അന്നേരമൊക്കെ ഈ എഴുതി വച്ചേക്കുന്ന വേർഡ്സിനെ ഒന്ന് കാണാം. അത് നിങ്ങളുടെ മൈൻഡിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാടധികം ഹെൽപ്പ് ചെയ്യും. മേക്ക് റിയലിസ്റ്റിക് സ്റ്റഡി പ്ലാൻ. ഫാൻസി ടൈം ടേബിൾസ് ഉണ്ടാക്കി ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലെ ടൈം ടേബിൾ ആണ് വർക്ക് ചെയ്യുക. അപ്പൊ ചില കുട്ടികൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോക്കി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ചില കുട്ടികൾക്ക് എത്ര ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്താലും അത് ഫോളോ ചെയ്യാനേ പറ്റില്ല. എപ്പോഴും നമ്മൾ ടൈം ടേബിൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ ടൈം ടേബിൾ ഉണ്ടാക്കും, അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വെറുതെ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? അതിന് പകരം ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അതായത് ഇന്ന് ഞാൻ ഇത്ര മണിക്കൂർ സ്റ്റഡി ചെയ്യും എന്നുള്ള ടൈം ടേബിൾ മതി. അല്ലാതെ ഇത്ര ടൈം ഞാൻ ഈ സബ്ജക്റ്റിന് കൊടുക്കും, ഇത്ര ടൈം ഈ സബ്ജക്റ്റിന് കൊടുക്കും, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് ഞാൻ ഇത്ര മണിക്കൂർ സ്റ്റഡി ചെയ്യും, അതും സ്ട്രിക്റ്റ് ആയിട്ട് ഞാനിത് ഫോളോ ചെയ്യും എന്ന് മനസ്സിൽ ഉറപ്പിക്കാം. ഡിസൈഡ് ചെയ്യുക ഏത് സബ്ജക്റ്റിന് മാക്സിമം ടൈം കൊടുക്കണം, ഏത് സബ്ജക്റ്റിന് മിനിമം ടൈം കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ടൈം ടേബിളിൽ മെൻഷൻ ചെയ്ത് വെക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സയൻസിലോ മാത്സിലോ അല്ലെങ്കിൽ അക്കൗണ്ടൻസിയിലോ ബയോളജിയിലോ ഫിസിക്സിലോ ഒക്കെയാണ് നിങ്ങൾ വീക്ക് എങ്കിൽ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിന് കൂടുതൽ ടൈം കൊടുക്കാം. ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് ഈസി എങ്കിൽ അതിന് കുറച്ച് ടൈം കൊടുത്താൽ മതി. അതിന് ഓവർ ഡു ചെയ്യേണ്ട ആവശ്യം ഇല്ല. റിമെമ്പർ, നിങ്ങളുടെ ഗോൾ സ്മാർട്ട് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ആൻഡ് അത് നിങ്ങളെ ടയേർഡ് ഫീൽ ആക്കാൻ പാടില്ല. നിങ്ങളെ കൊണ്ട് എത്ര പറ്റുന്നോ അത്രയും മതി. നോ മോർ ബാക്ക്ലോഗ്സ്. ഇതിനു മുന്നേ പഠിപ്പിച്ചിട്ടുള്ള ചില ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. ബട്ട് അതിനെക്കുറിച്ച് ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ പ്രസന്റിൽ നിങ്ങളുടെ സ്കൂളിൽ ഏത് ചാപ്റ്റർ ആണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ ചാപ്റ്റർ തൊട്ട് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ബാക്ക്ലോഗ്സ് മൈൻഡിൽ ക്രിയേറ്റ് ചെയ്ത് അയ്യോ ഞാൻ പഴയ ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചില്ലല്ലോ അത് പഠിക്കാം എന്നും പറഞ്ഞ് അതിന്റെ പുറകെ പോകരുത്. പ്രസന്റിൽ എന്ത് ചാപ്റ്റർ ആണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് ആ പെർട്ടിക്കുലർ ചാപ്റ്റർ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക. ബിക്കോസ് ലിവിങ് ഇൻ പ്രസന്റ് ആണ് നിങ്ങളെ സക്സസ്ഫുൾ ആക്കാൻ പോകുന്നത്. സോ ഇനി നിങ്ങളുടെ അടുത്ത ടാർഗറ്റ്, അതായത് നിങ്ങളുടെ പ്രീ ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ പ്രീ ബോർഡ് എക്സാമിൽ ഒരു അടിപൊളി കംബാക്ക് വേണം നമുക്ക് നടത്താനുള്ളത്. ദാറ്റ്സ് യുവർ ബാറ്റിൽ ഫീൽഡ്. ആ പ്രീ ബോർഡ് എക്സാം ആണ് നിങ്ങളുടെ ബാറ്റിൽ ഫീൽഡ്. ലേൺ ദ റൈറ്റ് വേ. ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ട് മനസ്സിലാകാണ്ട് നോട്ട് തോന്നിയ പാടെ എഴുതി വയ്ക്കരുത്. അതിനെ പാസീവ് സ്റ്റഡിയിങ് എന്നാണ് പറയാം.
വീട്ടിൽ പോയിട്ട് ആ കോൺസെപ്റ്റുകൾ വായിച്ചു നോക്കുക, മനസ്സിലാക്കുക. എന്താണോ മനസ്സിലായത് അത് നോട്ട്സ് ആയിട്ട് എഴുതുക, വീണ്ടും അതിനെ റിവൈസ് ചെയ്യുക, വീണ്ടും മനസ്സിൽ അതിനെ റീകോൾ ചെയ്തെടുക്കുക. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും ടെസ്റ്റ് യുവർ സെൽഫ്. ആ പെർട്ടിക്കുലർ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത സാമ്പിൾ പേപ്പേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ ഒരു കോൺസെപ്റ്റിനെ സ്വയം പഠിപ്പിച്ചു നോക്കുക. അപ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമുക്ക് ആ കണ്ടന്റ് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. ബിലീവ് ഇൻ യുവർ സെൽഫ്, യു ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്. നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിന്റെ റിസൾട്ടോ അല്ലെങ്കിൽ ഓണപരീക്ഷയുടെ റിസൾട്ടോ അല്ല നിങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത്. ഇന്ന് ഈ നിമിഷം തൊട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് നിങ്ങളെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ റിമെമ്പർ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഐ ആം വിത്ത് യു. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ടയേർഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഈ ഒരു പെർട്ടിക്കുലർ മൊമെന്റിനെ കുറിച്ച് ഓർക്കുക. തിങ്ക് ഓഫ് ദി പ്രോമിസ് യു ഹാവ് മെയ്ഡ്. നിങ്ങൾക്കില്ലേ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ കരിയറിൽ ടോപ്പ് ചെയ്യണമെന്നും നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം ഒക്കെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കി കൊടുക്കണമെന്നും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കണമെന്നും നിങ്ങൾക്കില്ലേ ആഗ്രഹം. ആ ആഗ്രഹത്തെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ യു വിൽ നോട്ട് ഗിവ് അപ്പ്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്, യു ആർ സ്മാർട്ടർ ദാൻ യു ബിലീവ്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ആ ഒരു you are capable of doing more than you ever imagined. ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ് ഒന്നും വേണ്ട. ഇപ്പൊ ഈ നിമിഷം തൊട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങുക. ബിക്കോസ് ഫ്രം ടുഡേ യുവർ കം ബാക്ക് ജേർണി ബിഗിൻസ്. സോ ഓപ്പൺ യുവർ ബുക്സ് ആൻഡ് പ്രോമിസ് യുവർ സെൽഫ്, ദിസ് ടൈം ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളത്. ആൻഡ് ഫൈനൽ റിസൾട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കണ്ണിലെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു സമാധാനം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ലെവൽ വേറെ തന്നെയാ മക്കളെ. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കണം. Believe in yourself and have a wonderful day. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.